സ്വയം നിലപാട് ആർക്കാണോ അനുഭവമുള്ളത് അവർ സ്വയം ഒറ്റയ്ക്ക് നിലപാടെടുക്കട്ടെ. അതല്ല വേണ്ടത്. ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ. അതാണ് വേണ്ടത്. തെറ്റായ സന്ദേശം നൽകില്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾക്ക് അനുഭവം നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മറ്റു പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ രംഗത്ത് വരണ്ടേ? ഇനി മുന്നോട്ട് പോവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരാമെന്നേ. എനിക്ക് ഇവരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറായത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതുകൊണ്ടല്ലേ. അനാവശ്യ സഹായങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ വിഷമിക്കേണ്ടി വരുന്നത്. അതായത് എനിക്കെൻ്റെ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഒരു പരാതി കാരണം ഇനി ഈ സിനിമയ്ക്കെന്ന് മാത്രമല്ല അദ്ദേഹത്തെ വെച്ചെടുത്ത സിനിമകൾക്കും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു വേവലാതി, ആ ഒരു ഗിൽറ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട്. ഞാൻ പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തവരാണ്. എനിക്കതാണ് ഏറ്റവും വിഷമം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്താണ് നിങ്ങളുടെ പേരോ ഈ നടൻ്റെ പേരോ പുറത്തോട്ട് വന്ന് ഒരു മോശം അവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ട് അതിവർ വിശ്വസിച്ച് ഞാനത് ഏൽപ്പിച്ചിട്ട് അത് തെറ്റിക്കുമ്പോൾ പിന്നെ ആരെ ഞാൻ വിശ്വസിക്കണ്ടേ? ഉറപ്പായിട്ടും ഒരു വൃത്തികെട്ട അവസ്ഥയല്ലേ ഇത്. ആരെയാണ് സിനിമ നന്നാക്കാൻ വേണ്ടി മുന്നിലിറങ്ങുന്നവർ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്വകാര്യത കീപ്പ് അപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ എന്നാലും മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ മോശമായിട്ട്. അഭിനയത്തെ ബാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കണ്ടോ എനിക്ക് എന്തോ ഞാനൊരു സംഘടനയിലും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഈ പ്രധാന നടന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇൻസിയുടെ കുടുംബവുമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 10 വർഷത്തോളമായിട്ട് ഒരു ഞാൻ പൊന്നാനിക്കാരിയാണ്. ഈ പറഞ്ഞ നടൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. ആരാണത്? ആരുടെ കുടുംബമാണത്? ഓക്കെ. ഒപ്പം നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണല്ലോ പരാതിയൊക്കെ കൊടുത്തിരുന്നത് ഈ സംഘടനകൾക്കൊക്കെ. അപ്പൊ അവരുടെ പക്കൽ നിന്ന് തന്നെ അത് ലീക്കായെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസവഞ്ചന ഉണ്ടായെന്നുള്ളത് അതന്നെയല്ലേ ഇപ്പൊ 100 വട്ടം ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ പറയാനില്ലല്ലോ.